ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതം കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുള്ള മഹാഭാഗ്യം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മോർണിംഗ് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. അതിന്റെ പ്രധാന ഹെഡിങ് എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച നാടകവേദി എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കയാൽ ദൈവം അപ്പസ്തോലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. 6-ാം നൂറ്റാണ്ടിന്റെ ഗ്രീസിലെ ആധുനിക നാടകവേദിയുടെ ആരംഭമായിട്ട് പരിഗണിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡയോനിസ് ദേവന് ഒരു ഗാനം ആലോപിക്കുന്നതായ ആ ഒരു ചിന്തയെക്കുറിച്ച് BC 534 അറ്റിക്കയിൽ തെപ്പീസ് എന്ന് പറയുന്നതായ ആ പാട്ടിനോട് ചേർന്നുകൊണ്ട് വ്യക്തിഗതമായ വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ എഴുതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പുരാതന ഗ്രീക്ക് പ്രേക്ഷകര് അഭിനേതാക്കളോട് അഭിനന്ദനം പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം അവരുടെ കാലുകളിൽ ഒരുതരം മുദ്ര കുത്തി ഗ്രീക്ക് അഭിനേതാക്കൾ ഒരു വലിയ മുഖംമൂടി ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർ അഭിനയിക്കുമ്പോൾ അവരുടെ സ്വരൂപത്തിനപ്പുറമായി ഒരു മുഖംമൂടി വെച്ച് മറ്റാരുടെയെങ്കിലും മുഖംമൂടി വെച്ച് അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അത് ഒരു നാടകത്തോട് അനുബന്ധിച്ച് താൻ എടുക്കുന്നതായ ആ റോള് വളരെ ഭംഗിയാക്കുവാൻ തക്കവണ്ണം താൻ മറ്റൊരാളായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വേദി എന്ന് പറയുന്നത് ഈ ഭൂമിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതില് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളും റോളുകളും ദൈവം നൽകി തന്നുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ഒരുപക്ഷെ 70 വർഷം 80 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 100 വർഷം എന്നുള്ള ഒരു നിലയിലേക്ക് നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം തന്നതായ വലിയ ഉത്തരവാദിത്തത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ നിലയിലേക്ക് ഉയരുവാൻ തക്കവണ്ണമുള്ള ആ ലക്ഷ്യബോധത്തോടുകൂടെ ദൈവം നമുക്ക് തരുന്ന ആയുഷ്കാലമൊക്കെയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു നല്ല അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ ഗ്രീക്കിലെ പ്രേക്ഷകർക്കൊക്കെയും വളരെ സന്തോഷകരമായ ഒരു അഭിനയ മുഹൂർത്തം അവിടെയുള്ള ഓരോ കഥാപാത്രങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർ ആ അഭിനേതാക്കളെ അവിടെ അഭിനന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടേതായ ശൈലിയിൽ അവർക്ക് വേണ്ടുന്നതായ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ആ ഗ്രീക്കിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് ഈ അഭിനേതാക്കളെ വളരെയധികം ശ്ലാഘിക്കുവാനും അവർക്ക് വേണ്ട ഉത്തേജനം കൊടുക്കുവാനൊക്കെയും ഇടയായി തീരുന്നുണ്ട്. എന്നാൽ യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞത്, സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് സാത്താൻ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. അപ്പോൾ ഇവിടെ ആദിമ അല്ലെങ്കിൽ ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവിടെ ആ നന്മയുടെ സ്വരൂപം ധരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരായിരുന്നപ്പോൾ സാത്താൻ തിന്മയുടെ വേഷം കെട്ടി അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ ആ തിന്മയുടെ അനുഭവത്തിലേക്ക് വഴിതെറ്റിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം ആ ഉത്ഭവത്തിന്റെ സമയം മുതൽ ഈ സമയം വരെയും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ നന്മയും തിന്മയും തമ്മിലാണോ യുദ്ധം എന്ന് നമുക്ക് ഒരുപക്ഷെ സംശയം തോന്നാം. തിന്മയും തമ്മിൽ വളരെ യുദ്ധം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അധികം തിന്മ ചെയ്യുന്നവര് ഏറ്റവും പബ്ലിസിറ്റി അവർക്ക് ലഭിക്കുന്നു. നല്ല കാര്യങ്ങളെ ചെയ്യുന്നവരെ അതാരും അറിയാതെ വണ്ണം പോകുന്നതായിട്ടൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംസാരിച്ചാല് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ അലറുന്ന സിംഹം പോലെ ഈ ലോകത്ത് ഊടാടി സഞ്ചരിക്കുന്നതായ ഈ സാത്താൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും
ഓരോരുത്തരിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് നിഷ്ഠൂരവും നീചവുമായ പ്രവർത്തികൾ ചെയ്യിച്ചുകൊണ്ട് അവർക്ക് നിരവധി പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് അവനെ ഉയർത്തി കാണിക്കുന്നതായിട്ട് നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകമൊക്കെയും അവന്റെ അധീനതയിൽ ഇരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നന്മ അന്വേഷിക്കുന്നതായ ഒരു ചെറിയ കൂട്ടം ആൾക്കാർ ഈ ലോകത്തിലെ ദൈവത്തിന്റെ കൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊണ്ട് ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ആ നന്മയുടെ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവരായിക്കൊണ്ട് ആ തിന്മയോട് എതിർത്ത് നിൽക്കുവാനുള്ള ആത്മീയ കൃപ പ്രാപിച്ചവരായി, ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചവരായി നമുക്ക് ഈ ലോകത്തിൽ ദൈവം നൽകി തരുന്നതായ അവസരം ഈ ഭൂമിയില് ഒരു അഭിനേതാവിനെ പോലെ ദൈവം നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നതോ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം എത്തിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ താല്പര്യത്തോടുകൂടെ നമ്മുടെ ജീവിത അവസാനത്തോളം നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്റെ ആയുഷ്കാലമൊക്കെയും ദാവീദ് രാജാവ് പറഞ്ഞത്, എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ കർത്താവിന് വേണ്ടി പാട്ടുപാടുകയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കാലത്തും അവനെ വാഴ്ത്തുന്നതായ അനുഭവം, എപ്പോഴും അവൻ നാവിന്മേല് അവന്റെ സ്തുതി ഇരിക്കുന്നതായ അനുഭവം. അപ്രകാരമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഈ നന്മയെ കൊണ്ട് തിന്മയെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള അനുഭവമായിരിക്കണം. അല്ലാതെ തിന്മയെ കൊണ്ട് തിന്മയെ ജയിക്കുവാനുള്ള പുറപ്പാടല്ല ലോകത്തിന് ആവശ്യം. ആ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നതായ ആ ദിവ്യമായ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തില് നമ്മൾ ഓരോരുത്തരും ആയിത്തീരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കുന്നതായ ആ അവസരങ്ങള്, നല്ല താലന്തുകളെ കർത്താവിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി നാം തീരുന്നെങ്കിൽ സ്വർഗം നിശ്ചയമായും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന് സുനിശ്ചിതമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലോകത്തിൽ നാം നമ്മളെ ഏൽപ്പിച്ച താലന്തുകളെയൊക്കെയും ചെയ്തുകൊണ്ട് മുന്നേറുമ്പോൾ സ്വർഗം നിശ്ചയമായും നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശില് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ദിവ്യമായ സ്നേഹം നാം രുചിച്ചറിഞ്ഞുകൊണ്ട് നന്മയുടെ അനുഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോവാൻ സ്വർഗം ഈ പ്രഭാതത്തില് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നോയൽ കെ ജോൺ, വെണ്ണിക്കുളം ചർച്ച്; അമ്പിളി അനീഷ്, കുറ്റപ്പുഴ ചർച്ച്; ചിന്നക്കുട്ടി, കുറ്റപ്പുഴ ചർച്ച്; പി ജോൺ, പുഷ്പഗിരി ചർച്ച്. ഈ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ്. ഏപ്രിൽ മാസം 5-ാം തീയതി ആയിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ പേര് പറയപ്പെട്ടതായ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും ഒക്കെ നൽകിക്കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവരുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ കർത്താവിന്റെ വലിയ കരം കൂടിയിരുന്ന കർത്താവെ ജീവിക്കാനുള്ള എല്ലാ ആത്മീയ കൃപയും കൊടുത്ത് സ്വർഗത്തിലെ ദൈവം അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തില് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അനേക രോഗത്താലും ക്ഷീണത്താലും പ്രയാസത്താലും കഷ്ടങ്ങളിലും ഒക്കെയും ആയിരിക്കുമ്പോൾ, അനേകരെ കടഭാരത്താലായിരിക്കുമ്പോൾ, അനേകരെ മദ്യത്തിനും മയക്കുമരുന്നിന്റെയും അടിമകളായി ഇരിക്കുമ്പോൾ കർത്താവെ അവരെ നിരാശയിൽ നിന്നും പ്രയാസത്തിനും ഈ സുവിശേഷം കേട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.